ക്രിസ്തുയേശുവിലൂടെയുള്ള സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുണഞ്ഞവരാണ്. അതുകൊണ്ടാണ്, കാരണം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നു. ഈ ഒരു വലിയ വിളി, ഈ ഒരു ഹയർ കാളിംഗ് ഓഫ് ഗോഡ്, ആ ഉയർന്ന വിളി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു വിളിച്ചിരിക്കുന്നു എന്നുള്ള വലിയ പൗലോസ് ശ്ലീഹയുടെ ചിന്ത ഏതാണ്ട് അതുപോലെ ഉൾക്കൊണ്ടയാളാണ് ഉസ്താദ്. അതുകൊണ്ടാണ് ഈ മൗലികവാദത്തിൽ നിന്നും സാമൂഹ്യ നീതിബോധം എന്ന ചിന്തയിലേക്കും അവിടെ നിന്നും തൃത്വാധിഷ്ഠിത ദർശനത്തിലേക്കും പിന്നീട് ഈ സ്വാതന്ത്ര്യം എന്ന അദ്ദേഹത്തിന്റെ രീതിശാസ്ത്രം തന്നെ വീണ്ടും തൃത്വത്തെ കൂടി അല്ലെങ്കിൽ തൃത്വത്തെ കൂടി അതിജീവിക്കുന്ന അല്ലെങ്കിൽ തൃത്വത്തെ മറികടക്കുന്ന എന്ന് പറയുവാൻ ഒരിക്കലും പ്രയാസമുണ്ടെങ്കിലും തൃത്വത്തെ നഷ്ടപ്പെടുത്താതെ, തൃത്വചിന്തയ്ക്ക് കോട്ടം വരാതെ, എന്നാൽ അതിലും ഉപരിയായ ചില ആശയങ്ങളിലേക്ക് അദ്ദേഹം പോയത്. അടുത്ത കാലത്തായിട്ട് അദ്ദേഹം തന്നെ രൂപീകരിച്ചൊരു പദമുണ്ട്, അത്രൈതം. അദ്വൈതം എന്ന വേദാന്ത പരമ്പരത്തിലെ സംജ്ഞയ്ക്ക് ഇണങ്ങുന്ന വിധമാണ് അദ്ദേഹം അത്രൈതം എന്ന പദം രൂപീകരിച്ചത്. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നോൺ ഡുവൽ എന്ന് പറയുന്നതിലും യഥാർത്ഥത്തിൽ ആ പദത്തിന് ബിയോണ്ട് ദ്വൈതം എന്നാണ് പറയേണ്ടത്. രണ്ടല്ലാത്തത് എന്നാണ് അദ്വൈതം. അദ്വൈതത്തെ കുറിച്ച് പറയാനല്ല ഇവിടെ നിൽക്കുന്നതെങ്കിലും അത്രൈതത്തിന്റെ ആ പദത്തിന്റെ ആഴമെന്ന് അറിയുവാനായിട്ട് അദ്വൈതം പറയുന്നുവെന്ന് ഓർക്കുക. അദ്വൈതം രണ്ടല്ല ഒന്നാണ് എന്നർത്ഥമില്ല. രണ്ടല്ലാത്തതെല്ലാം ഒന്നാകണമെന്നില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പണ്ഡിതരുടെ ഇടയിൽ എങ്ങനെയോ കടന്നുകൂടിയിട്ടുണ്ട്. ശങ്കരാചാര്യര് മോണിസം അല്ലെങ്കിൽ ഏകത്വവാദം പറയുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് അദ്വൈതത്തെ അദ്ദേഹം നിരാകരിച്ചിരുന്നത്. തികച്ചും തെറ്റായ ഒരു ചിന്തയാണ് അദ്വൈതം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് കുറെ കൂടി വ്യക്തമാകത്തക്ക രീതിയിൽ ബിയോണ്ട് ഡുവലിസം, ദ്വൈതത്തെ മറികടന്നു പോകുന്നതെന്തോ അദ്വൈതം എന്ന് പറയും. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഉസ്താദ് തിരുമേനിയുടെ അത്രൈതം എന്ന ചിന്തയെയും അല്ലെങ്കിൽ ആ പദത്തെയും ആ സംജ്ഞയെയും മനസ്സിലാക്കുവാനായിട്ട്. അത്രൈതം എന്ന് പറയുമ്പോൾ തൃത്വം അല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്, ബിയോണ്ട് ട്രിനിറ്റി എന്ന് വേണം ആ പദത്തിന് അർത്ഥം കൊടുക്കുവാൻ. ഈ തലത്തിലാണോ എല്ലാവരും അത്രൈതത്തെ വ്യാഖ്യാനിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. അദ്വൈതത്തെ വ്യാഖ്യാനിക്കുന്ന രീതി ഉപയോഗിക്കാമെങ്കിൽ, സ്വീകരിക്കാമെങ്കിൽ അത്രൈതം എന്ന പദത്തിന് ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന അർത്ഥം ഇങ്ങനെയാണ്, ബിയോണ്ട് ട്രിനിറ്റി എന്നുള്ളത്. ഇതൊരു വലിയ സ്വാതന്ത്ര്യ ബോധം തന്നെയാണ്. ദൈവദർശനത്തിലേക്കുള്ള തീർത്ഥാടനത്തിൽ അല്ലെങ്കിൽ യാത്രയിൽ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം വളരെ ശക്തമായ നിലയിൽ അദ്ദേഹം ഉപയോഗിച്ചു എന്നതിന്റെ തെളിവാണ് അത്രൈതം. അത്രൈതം എന്ന പദത്തിന്റെ സാങ്കത്യമോ അല്ലെങ്കിൽ അത്രൈതം എന്ന പദത്തിലൂടെ അഭിനന്ദിയ ഉസ്താദ് തിരുമേനി ഉദ്ദേശിച്ച എല്ലാ ആശയങ്ങളെയും സ്വീകരിച്ചുകൊണ്ടോ അല്ല ഞാനിത് പറയുന്നത്. പക്ഷേ അത്രൈതം എന്ന പദം ഉപയോഗിക്കുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം കാണിച്ചതിൽ അദ്ദേഹത്തിന്റെ അനേക ശിഷ്യരിൽ എളിയവനായി ഞാൻ സന്തോഷിക്കുകയാണ്. ബിയോണ്ട് ട്രിനിറ്റി, അതാണ് അത്രൈതം. ഈ അത്രൈതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അദ്ദേഹത്തിന്റെ കൺവിക്ഷനാണ് അദ്ദേഹത്തിന്റെ മതാതീത ദർശനം. അദ്ദേഹത്തിന്റെ മതാതീത ദർശനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് മതാതീത ദർശനത്തെ കുറിച്ച് ഇപ്പം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു പശ്ചാത്തലം നമുക്ക് വേണ്ടിയിരിക്കുന്നു. മൗലികവാദത്തിൽ നിന്നും സാമൂഹിക നീതിയിലൂന്നിയ ദർശനം, പിന്നീട് അതിൽ നിന്നും തൃത്വാധിഷ്ഠിതമായ ദൈവദർശനം, പിന്നീട് തൃത്വാധിഷ്ഠിത ദൈവദർശനത്തിനും അപ്പുറമുള്ള ഒരു ചിന്ത അദ്ദേഹം പറയുന്നു അത്രൈതം എന്ന പദത്തിലൂടെ. എങ്കിൽ ആ ഒരു അദ്ദേഹത്തിന്റെ നിലപാട്, ഈ നിലപാടിന്റെ അടിസ്ഥാനത്തിലാവണം അദ്ദേഹത്തിന്റെ മതാതീത ദർശനം രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉസ്താദ് മതാതീത ദർശനത്തെ നമുക്ക് വിലയിരുത്തുവാനായിട്ടുള്ളത്. ഈ മതാതീത ദർശനം
രൂപീകരിക്കുമ്പോൾ തന്നെ ഈ മതാതീത ദർശനത്തിന് ഒരു അടിത്തറ കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ മതാതീത ദർശനത്തിന് യുക്തിസഹജമായ യുക്തിഭദ്രമായ ഒരു നിലപാട് നൽകണം എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഭംഗിയായിട്ട് പറഞ്ഞു, സ്നേഹം എന്ന ഏകമതം, റിലിജിയൻ ഓഫ് ലവ്, സ്നേഹം എന്ന മതം, അതേക്കുറിച്ച് അദ്ദേഹം ഗ്രന്ഥം വരെ രചിക്കുകയും ഇത് അദ്ദേഹത്തിന്റെ മതാതീത ദർശനത്തിന്റെ ഉദാത്തമായ പ്രകടനമാണ്. ഈ ദർശനത്തിന് ഇന്ന് ഈ നൂറ്റാണ്ടിൽ വളരെയേറെ പ്രസക്തി. നമുക്കറിയാം, ഭാരതം എന്താ? ഭാരത മതത്തിന്റെ അർത്ഥം ഭാരതമുനി ജീവിച്ച നാടെന്നും ഭരതൻ ഭരിച്ച നാടെന്നൊക്കെ അർത്ഥം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഭാരതം എന്ന പദം, അതിന്റെ അർത്ഥം വിശകലനം ചെയ്താൽ ഭാസ് അധികം രഥം എന്നാണ്. ഭാസ് എന്ന് പറഞ്ഞാൽ പ്രകാശം, രഥം എന്ന് പറഞ്ഞാൽ സന്തോഷം. ഭാരതം എന്താണ്? പ്രകാശത്തിൽ സന്തോഷം, പ്രകാശത്തിൽ രതിക്കുന്നത്, പ്രകാശത്തിൽ സന്തോഷിക്കും. ശബ്ദധാരാവിന്റെ ഒരു കോപ്പി ഈ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഞാൻ പ്രവേശിച്ച ഉടനെ എൻ്റെ സുഹൃത്തും സഹപാഠിയുമായി കരിങ്ങാട്ട് വെച്ചു തന്നു. ഒരു പക്ഷേ അക്ഷരപശ കൂടാതെ വല്ലതൊക്കെ എഴുതുകയും പറയുകയും ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹമുണ്ടാകാം. ഈ ശബ്ദധാരാവലി എനിക്ക് തന്നെ കഴിഞ്ഞാൽ എൻ്റെ കൂടെ അതേ ക്ലാസ്സിൽ പഠിച്ച അതേ യൂണിവേഴ്സിറ്റി തിരുമേനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തിരകെയുണ്ട് ശബ്ദധാരാവലി. അതുപോലെ അതിൻ്റെ ഒരു കോപ്പി എനിക്കില്ലായിരുന്നു, ഞാൻ ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഈ ശബ്ദധാരാവലി നൽകുന്ന അർത്ഥം ഇതാണ്: ഭാരതം ഭാസിൽ രഥമുളയാണ്, പ്രകാശത്തിൽ സന്തോഷമുണ്ട്. ഇതാണ് ഭാരതം. പ്രകാശത്തിൽ സന്തോഷിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഭാരതം. അങ്ങനെയുള്ളവരെയാണ്, പ്രകാശത്തിൽ സന്തോഷിക്കുന്നവരെയാണ് ഭാരതീയർ എന്ന് പറയുന്നത്. പക്ഷേ എത്ര പേരുണ്ട് നമ്മിൽ ആ പദത്തിന് അല്ലെങ്കിൽ അങ്ങനെ സംബോധന ചെയ്യപ്പെടുവാനായിട്ട് യോഗ്യതയുണ്ട്? അത്രമാത്രം പ്രകാശത്തെ ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. വെളിച്ചം ദുഃഖമാണെന്നീ തമസല്ലോ സുഖപ്രദം എന്ന കവിഭാവനയെ യാഥാർത്ഥ്യമായി സ്വീകരിച്ച് അതുതന്നെ ജീവിതത്തിന്റെ നയമായിട്ട് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ പ്രകാശം അത് ഭാരതത്തിന്റെ ശക്തമായ വ്യവസ്ഥിതി. ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയല്ല, അതേക്കുറിച്ച് പറയുവാൻ ഒരുപാട് സംഗതികളോട് ഭാരതീയ ചിന്തയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, ഭാരതം പ്രകാശത്തിൽ സന്തോഷിക്കുന്ന രതിക്കുന്ന സമൂഹമായതുകൊണ്ടാണ് പ്രകാശം നൽകുവാൻ കഴിവുള്ള അനേക പ്രകാശത്തിന്റെ ഉറവകളെ രണ്ട് കൈയിട്ട് സ്വീകരിക്കുവാൻ ഭാരതം തയ്യാറായി. നല്ല വെളിച്ചം നൽകുവാൻ കഴിയുന്ന ഉറവകളാണ് മതങ്ങൾ. ഭാരതം പോലെ വിവിധ മതങ്ങൾക്ക് ജന്മം നൽകിയതും വിവിധ മതങ്ങളെ ആലിംഗനം ചെയ്തതുമായ മറ്റൊരു സമൂഹത്തെ, ഒരു സംസ്കൃതിയെ ലോകത്ത് കാണാനൊക്കെ ഈ ഭാരതം ജന്മം കൊടുത്ത ജനിപ്പിച്ച മതചിന്തകളാണ് ഇവിടെയുള്ള സനാതനധർമ്മം അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മം എന്ന് സാധാരണ രീതിയിൽ അറിയപ്പെടുന്ന സനാതനധർമ്മവും ബുദ്ധധർമ്മവും ജൈനധർമ്മവും സിഖ് ധർമ്മവും ഒക്കെ ഈ മണ്ണിന്റെ സൃഷ്ടി. കാരണം ഇവയൊക്കെ പ്രകാശത്തിന്റെ ഉറവുകളാകുവാൻ സാധ്യതയുള്ളതാണെന്നുള്ള തിരിച്ചറിവ് പൂർവികർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രകാശം പരത്തുവാൻ കഴിയുള്ള മറ്റ് സ്രോതസ്സുകളെയും ഭാരതം സ്വീകരിച്ചു. അതുകൊണ്ടാണ് ക്രിസ്തുവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യഹൂദ മതചിന്തയ്ക്ക് ഈ നാട്ടിൽ സ്ഥാനം കിട്ടിയത്. പാഴ്സി മതചിന്തയ്ക്ക്, പേർഷ്യൻ മതചിന്തയായിരുന്ന പാഴ്സി മതത്തിന് സ്വാധീനം കിട്ടിയത് അതുകൊണ്ടാണ്. 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ ചിന്തയ്ക്കും 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ചിന്തയ്ക്കും ഒക്കെ സ്വാധീനം ചെലുത്തുവാനുള്ള സാഹചര്യം കിട്ടിയത് ഇവയെല്ലാം പ്രകാശത്തിന്റെ ഉറവകളാണ് എന്നുള്ള തിരിച്ചറിവ് ഭാരതീയർക്കുണ്ടായത് കൊണ്ടും
പ്രകാശത്തിൽ രഥമുള്ളവരെ സന്തോഷിക്കുന്നവരാണ് ഭാരതീയർ എന്നതുകൊണ്ടാണ്. പക്ഷേ ഈ പ്രകാശത്തിന്റെ സന്തതികളുടെ ഇടയിൽ, അതായത് നമ്മുടെ ഇടയിൽ, പ്രകാശത്തിൽ സന്തോഷിക്കുന്നതിനേക്കാൾ പ്രകാശത്തെ ഊതിക്കെടുത്തുവാനും അന്ധകാരത്തെ പുണരുവാനുമുള്ള ആവേശം കൂടി വരികയും, അതുകൊണ്ടാണ് ഇവിടെ മത തീവ്രവാദം ഉണ്ടാകുന്നത്. നമ്മുടെ രാഷ്ട്രം നേരിടുന്ന വലിയ ഭയാനകമായ അന്തരീക്ഷം ഇവിടുത്തെ തൊഴിലില്ലായ്മയൊന്നുമില്ല, ശത്രു രാജ്യങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളതുമല്ല, പിന്നെയോ മത തീവ്രവാദവും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഭീകര ചിന്തകളും ആക്രമണങ്ങളും ഒക്കെയാണ്. ഈ മത തീവ്രവാദം ഭാരതത്തിന്റെ യശസ്സിനും പ്രകാശത്തിനും കോട്ടം പറ്റത്തക്ക രീതിയിൽ നടവാടുന്ന സാഹചര്യത്തിൽ അഭിവൃദ്ധി അംഗീകരിയുടെ ഈ മതാതീത ദർശനത്തിന് സാങ്കത്യം പ്രസക്തി. അദ്ദേഹം പറയുന്നു, തൃത്വത്തിലും അപ്പുറമായിട്ട് സഞ്ചരിച്ച് സ്നേഹാധിഷ്ഠിതമായ നിലയിൽ ആധ്യാത്മികതയെ കാണുവാൻ നമുക്ക് കഴിയും. ആ ഉൾക്കാഴ്ചയിലാണ് നമുക്ക് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ ഇസ്ലാമെന്നോ ഉള്ള വ്യതിരക്തതകളില്ലാതെ ഒരുമിച്ച് ദൈവസ്നേഹത്തെ ഉയർത്തി കാട്ടുവാൻ കഴിയും.